മാധ്യമപ്രവർത്തകനായ ജോർജ് പൊടിപ്പാറ കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജോർജ് പൊടിപ്പാറ, ഇപ്പോൾ എല്ലാ സമയത്തും നമുക്കറിയാം കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില പോക്കറ്റുകളിൽ കൃത്യമായ സ്വാധീനമുണ്ട്. അവരെ കൂടി ചേർത്ത് നിർത്തിയാലേ മുന്നണികൾക്ക് വിജയിക്കാൻ സാധിക്കൂ എന്ന സാഹചര്യമുണ്ട്. പക്ഷേ അപ്പോഴും അവർക്ക് മത്സരിക്കാൻ പറ്റുന്ന സീറ്റുകളുടെ എണ്ണം എന്നത് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ പാർട്ടി പദവി എന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണല്ലോ. ആ പാർട്ടിക്ക് ലഭിക്കുന്ന സീറ്റിൽ ആര് മത്സരിക്കുന്നു എന്നുള്ളതും താങ്കൾക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അതായത് PJ ജോസഫ് എന്ന നേതാവ് മുഖ്യധാരാ രാഷ്ട്രീയത്തിൽ നിന്നല്ല, മറിച്ച് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്നു, അവിടേക്ക് അബുവിനെ എത്തിക്കുന്നു. അങ്ങനെ അതൊരു സംഘടനാ തലത്തിലുള്ള നേതൃനിരയിലേക്കല്ല എത്തിക്കുന്നത് എന്ന് പറയുമ്പോൾ പോലും ആ പാർട്ടിയിൽ ഏത് തരത്തിലുള്ള ചലനം സൃഷ്ടിക്കാനാണ് സാധ്യതയെന്നാണ് താങ്കൾ നിരീക്ഷിക്കുന്നത്? എനിക്ക് തോന്നുന്നത് കാലങ്ങളായിട്ട് അല്ലെങ്കിൽ ഇപ്പൊ പെട്ടെന്നുണ്ടാകുന്ന ഒരു തീരുമാനമായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇങ്ങനെ ഒരു നീക്കം കുറെ കാലമായിട്ട് സജീവമാണ്. അതായത് PJ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ചെയർമാൻ സ്ഥാനമാണ് അദ്ദേഹം. ഒരുപക്ഷെ അതായത് ഇനി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് അല്ലെങ്കിൽ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനത്തെ നമുക്ക് നല്ല നിലയ്ക്ക് തന്നെ കാണേണ്ടി വരും. കാരണം ആരോഗ്യപരമായിട്ട് അദ്ദേഹം വളരെ മോശം അവസ്ഥയിലാണ്. പലപ്പോഴും അദ്ദേഹത്തിന് വലിയ ക്ഷീണമുണ്ട്. ഇനി ഒരു വലിയ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനും അതിന്റെ ഒരു ക്ലേശം അല്ലെങ്കിൽ അതിന്റെ ഒരു ശാരീരികമായിട്ടുള്ള അതിന്റെ ഒരു ക്ലേശം അനുഭവിക്കാനുള്ള ആരോഗ്യസ്ഥിതി അദ്ദേഹത്തിനില്ല. മാത്രമല്ല ഇനി ഈ ഘട്ടത്തിലെങ്കിലും അദ്ദേഹം അങ്ങനെ ഒരു പകരക്കാരനായിട്ട് മകനെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിലെങ്കിലും അത് ചെയ്തില്ലെങ്കിൽ പിന്നീട് ഒരുപക്ഷെ അദ്ദേഹത്തിന് അത് ചെയ്യാൻ അങ്ങനെ സാധിച്ചു ഉറപ്പുമില്ല അദ്ദേഹത്തിന്. അപ്പൊ അത് ചെയ്യേണ്ട ഏറ്റവും ലാസ്റ്റ് ടൈമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് ഈ അപ്പു അത്തരത്തിലുള്ള ഒരു കളം രൂപപ്പെടുത്തുന്നുണ്ട് എന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടതായി വരുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറെ കാലങ്ങളായി വളരെ സജീവമായി തന്നെ അപ്പു ഈ മണ്ഡലത്തിൽ കേന്ദ്രീകരിക്കുന്നുണ്ട്. ഒപ്പം മുന്നണിയുടെ ഭാഗമായി നിന്നുള്ള പ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമാവുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അത് സ്വാഭാവികമാണല്ലോ. അപ്പോ കേരള കോൺഗ്രസിന്റെ ഒരു ചരിത്രം വെച്ച് ഈ പറയുന്ന കാര്യങ്ങളൊന്നും അതിലില്ലാത്തതല്ല. ഇപ്പൊ KM മാണിയുടെ പിൻഗാമിയായിട്ട് ജോസ് കെ മാണി വരുന്നു. എനിക്ക് തോന്നുന്നു PJ ജോസഫ് കുറെ കൂടെ വൈകിയാണ് അത്തരം ഒരു നീക്കം നടത്തുന്നത്. പുള്ളി ഇതുവരെ കുടുംബത്തിൽ നിന്ന് ആരെയും അങ്ങനെ കൊണ്ടുവന്ന് സജീവ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുമോ തന്റെ പകരക്കാരനാണ് എന്ന രീതിയിൽ ഒരുപാട് കാലം മുമ്പ് മുതൽ അങ്ങനെ ഒരു നീക്കമൊന്നും നടത്തിയിട്ടില്ല. പക്ഷെ ഇപ്പൊ അദ്ദേഹം വിചാരിക്കുന്നു ഇതാണ് റൈറ്റ് ടൈം എന്ന് വിചാരിക്കുന്നെങ്കിൽ അതിൽ തെറ്റ് പറയാനില്ല. അദ്ദേഹം പാർട്ടിയുടെ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാർട്ടി പദവിയിലേക്ക് ഇപ്പൊ മോൻസ് ജോസഫിനെ പോലുള്ള ഒരു PJ ജോസഫിന്റെ ഏറ്റവും വിശ്വസ്തൻ, എല്ലാ കാലത്തും അദ്ദേഹത്തോടൊപ്പം ഉറച്ചു നിന്ന്, മാത്രമല്ല നല്ല രാഷ്ട്രീയക്കാരൻ, UDF-നും വളരെ സ്വീകാരനായിട്ടുള്ള ഒരാളുള്ളപ്പോ പാർട്ടി ചെയർമാൻ പദവിയിലേക്കോ മറ്റോ അബുവിനെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതൊരു പക്ഷെ പാർട്ടിയിൽ സ്വീകാര്യത കുറയാനുള്ള ഒരു സാധ്യതയുണ്ട്. നേരെ മറിച്ച് ഇപ്പൊ അങ്ങനെ ഒരു പ്രശ്നമില്ല. അദ്ദേഹത്തെ തൊടുപുഴയിൽ തന്റെ പിൻഗാമിയായിട്ട് മാറ്റുന്നു. ഒരു പക്ഷെ അത് തൊടുപുഴക്കാരെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ മോൻസ് ജോസഫിനോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഒക്കെ അങ്ങനെ ഒരു വിഷമം തോന്നേണ്ട കാര്യമില്ല. അപ്പൊ അത് എനിക്ക് തോന്നുന്നു അത് കുറച്ചുകൂടി സുഗമമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ. അദ്ദേഹത്തിന് ഈ പറഞ്ഞ തൊടുപുഴയിലെ ജനങ്ങളും അതൊരു പക്ഷെ അംഗീകരിക്കാനാണ് സാധ്യത. അവിടെ പാർട്ടിക്കകത്തും അതൊരു കലാപത്തിലേക്കോ അല്ലെങ്കിൽ വലിയ ഒരു കലഹത്തിലേക്കോ ഒന്നും പോകാൻ സാധ്യതയില്ല. മോൻസ് ജോസഫ് ഒരു പക്ഷെ ചെയർമാൻ സ്ഥാനത്തേക്ക് വരുന്നു. മറ്റുള്ളവരൊക്കെ മാർക്കിംഗ് ചെയർമാൻമാരും മറ്റു രീതിയിലുള്ള ക്രമീകരണങ്ങൾ വരുന്നു. അബു തൊടുപുഴയിൽ മത്സരിക്കുന്നു. ആ രീതിയിലേക്ക് UDF-നും അതിനകത്ത് വലിയ ഒരു ഉത്കണ്ഠയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നത്തിന്റെ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, അതായത് നിലവിൽ ഇപ്പോൾ മോൻസ് ജോസഫ് ആണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവായി നമുക്ക് വിലയിരുത്താനും സാധിക്കുന്നത്. അങ്ങനെ ഒരു അതൃപ്തിയോ വിഭാഗീയതയോ ഒന്നും ഉണ്ടാകില്ല എന്ന് തന്നെ വേണമല്ലേ അനുമാനിക്കാൻ? അങ്ങനെ തന്നെ വേണം വിചാരിക്കാൻ. കാരണം മോൻസ് ജോസഫ് അങ്ങനെ കലഹിക്കുന്ന ഒരാളല്ല. PJ ജോസഫ് അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ അതിനോട് ചേർന്ന് പോകുന്ന ഒരു മനസ്സുള്ള വ്യക്തിയായിട്ടാണ് എനിക്ക് അദ്ദേഹത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഇപ്പൊ അതിനപ്പുറത്തേക്ക് ചെയർമാൻ പോസ്റ്റിലേക്ക് വേറൊരാൾ വരാനുള്ള അല്ലെങ്കിൽ മറ്റൊരു പകരം വെക്കാൻ മറ്റൊരു പേരും ആ പാർട്ടിക്കകത്തില്ല എന്നുള്ളതാണ് വസ്തുത. ആളുകളുണ്ട്, ലീഡേഴ്സ് ഉണ്ട്. പക്ഷെ മോൻസ് ജോസഫിന് പകരം അല്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് ചെയർമാൻ സ്ഥാനത്തേക്ക് PJ ജോസഫ് അല്ലെങ്കിൽ പിന്നെ ദ വെരി നെക്സ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് മോൻസ് ജോസഫ് തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. വേറെ ആര് വന്നാലും ആ പാർട്ടി ഇപ്പോഴത്തെ രൂപത്തിൽ ഒറ്റക്കെട്ടായിട്ട് പോകാനുള്ള സാധ്യതയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതൊരു യാഥാർത്ഥ്യമാണ്. മോൻസ് ജോസഫാണ് യഥാർത്ഥ എന്താ പറയാ നാച്ചുറൽ ചോയ്സ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. ഒരു സ്വാഭാവിക പകരക്കാരൻ എന്ന് പറയുന്നത് മോൻസ് ജോസഫ് തന്നെയാണ്. അദ്ദേഹം ആ പാർട്ടിയെ കൊണ്ടു നടക്കാൻ അല്ലെങ്കിൽ പാർട്ടിയെ നയിക്കാൻ പ്രാപ്തനുമാണ് PJ ജോസഫിന്റെ അഭാവത്തിൽ. നേരെ മറിച്ച് അബുവിനെ ചെയർമാൻ സ്ഥാനത്തേക്കൊക്കെ പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ചാൽ പാർട്ടി ഈ രൂപത്തിലും ഈ ഷേപ്പിലും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയിക്കാൻ എല്ലാ ന്യായങ്ങളും ഉണ്ട്.
യെസ്, വളരെ നന്ദി ശ്രീ ജോർജ് പുടിപ്പാറ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇതിൽ ശ്രീജിത്ത് ഈ സൂചിപ്പിക്കുന്ന പോലെ ഇതിപ്പോൾ ഈ കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഫ്രാൻസിസ് ജോർജ് പാർട്ടിയിൽ നിന്ന് അകന്നു പോവുകയും സ്വന്തമായി ഒരു പാർട്ടി രൂപീകരിക്കുകയും പിന്നീട് മടങ്ങിയെത്തുകയും ചെയ്ത കാര്യം ശ്രീജിത്ത് സൂചിപ്പിച്ചു കഴിഞ്ഞു. കേരള കോൺഗ്രസിനുണ്ടാകുന്ന അപകടം എന്നത് ഇപ്പോൾ കെ എം മാണി പണ്ടൊരിക്കൽ പറഞ്ഞിരുന്നു, വളരും തോറും പിളരും തോറും വളരും എന്നൊക്കെയാണ് പറയാറുള്ളത്. എങ്കിൽ പോലും ഈ അടുത്ത കാലത്തൊക്കെ പരിശോധിക്കുമ്പോൾ ഈ ചെറു പാർട്ടികൾ എന്നത് ഒരുമിച്ച് നിന്നില്ല എങ്കിൽ വലിയ നേട്ടമുണ്ടാക്കാൻ പറ്റില്ല എന്ന ഒരു യാഥാർത്ഥ്യ ബോധത്തെ ഉൾക്കൊള്ളുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ പലരും ഇടഞ്ഞു നിന്നവരെല്ലാം ഓരോ മുന്നണിയുടെ പ്രബല മുന്നണിയുടെ ഭാഗമാവുകയും ഗ്രൂപ്പിൻ്റെ ഭാഗമാവുകയും ഒക്കെ ചെയ്ത് മടങ്ങിയെത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ ജോസഫ് ഗ്രൂപ്പിലും ഇനിയൊരു പടലപ്പിണക്കമുണ്ടായാൽ ആ പാർട്ടി പിളരുകയോ അത്തരം സാധ്യതകൾ ഉണ്ടായാലോ കൂടുതൽ ദുർബലമാകുന്ന സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത്. അതല്ല എങ്കിൽ പിന്നെ മറുചേരിയിലേക്ക് കയറിക്കൂടുക എന്നതാണ്. അങ്ങനെ കൂടി കയറിയാൽ പോലും ഒരു കൃത്യമായൊരു ഇടം ലഭിക്കുമോ, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റുമോ, ഇത്തരം സാഹചര്യമൊക്കെ ഇല്ലേ ശ്രീജിത്ത്? തീർച്ചയായും അഭിലാഷ്, ഇത്തരം സാഹചര്യങ്ങളിൽ ഇപ്പോൾ നമ്മൾ ഫലത്തിൽ കേരള കോൺഗ്രസിൻ ജോസഫ് ഗ്രൂപ്പിന്റെ ഒരു നേതൃനിര പരിശോധിച്ചാൽ ഒരുപക്ഷെ പി ജെ ജോസഫ്, അത് പി സി തോമസ്, ഇപ്പുറത്ത് മോഹൻ ജോസഫ്, ഫ്രാൻസിസ് ജോർജ്. ഇതിൽ ഫ്രാൻസിസ് ജോർജാണ് ഒരു ഘട്ടത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നത്. അത് ഫ്രാൻസിസ് ജോർജ് മാത്രമല്ല, ഇപ്പുറത്ത് ജോണി നെല്ലൂരിനെ പോലുള്ള നേതാക്കളുടെയും പേരുണ്ട്. അത് 1-2 വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ്. ഇതിനെ തുടർന്ന് നിർജീവമായി മാറി നിന്നിരുന്നു ജോണി നെല്ലൂർ ഉൾപ്പെടെയുള്ള നേതാക്കൾ. അങ്ങനെയുള്ള ജോണി നെല്ലൂർ പിന്നീട് കേരള കോൺഗ്രസ് എമ്മിനൊപ്പം ചേരുകയും ചെയ്തു. അതായത് പിളർപ്പിനുള്ള സാധ്യത ഫലത്തിൽ അവിടെ പാർട്ടി വിട്ടതോടുകൂടി തന്നെ ഫലത്തിൽ അവിടെ അവസാനിക്കുകയാണ്. പിന്നീടുള്ള ഒരാൾ, ഇതിൽ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട, പരാതികൾ പരിഹരിക്കേണ്ട ഒരാൾ ഒരു പരിധിവരെ ഫ്രാൻസിസ് ജോർജ് ആയിരുന്നു. ഫ്രാൻസിസ് ജോർജിനെ കൃത്യമായി ഒരു സ്ഥാനം നൽകി, ലോക്സഭാ സീറ്റ് തന്നെ നൽകി. അതായത് പല ഘട്ടത്തിലും ജോസഫ് ഗ്രൂപ്പ് വിട്ടുപോവുകയും അതിൻ്റെ നിലപാടുകൾക്കെതിരെയൊക്കെ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോയ ഫ്രാൻസിസ് ജോർജിന് ഇപ്പുറത്തെത്തിയപ്പോൾ കോട്ടയം സീറ്റ് തന്നെ നൽകിക്കൊണ്ട് വലിയൊരു പരിഗണന പി ജെ ജോസഫ് നൽകി. അങ്ങനെ ഫലത്തിൽ മോൻസ് ജോസഫ് അല്ലെങ്കിൽ ഫ്രാൻസിസ് ജോർജിനെ പോലുള്ള നേതാക്കളൊക്കെ പരിഗണിക്കപ്പെട്ട പട്ടികയിലാണ് ഉള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റൊരാളെ ഇപ്പോൾ കേരള കോൺഗ്രസ് എന്ന പേര് തന്നെ കിട്ടാൻ കാരണമായത് പി സി തോമസിനാണ്. പി സി തോമസിന്റെ കാര്യം ഇനിയും വ്യക്തമല്ല. ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ചില സീറ്റുകൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിലേക്കൊക്കെ എത്താൻ കഴിയുമോ എന്നുള്ള ചർച്ചകൾ ഇനിയും ബാക്കിയാണ്, ഇനിയും സംഭവിക്കേണ്ടതാണ്. ഒരു പരിധിവരെ അതുകൊണ്ട് തന്നെ ഈ നേതൃനിരയിലുള്ളവർക്കിടയിൽ പല പരാതികൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതെല്ലാം നേരത്തെ പരിഹരിച്ച ശേഷമാണ് ഇവരെ ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഒരു രീതിയാണ്. അവിടേക്ക് അബു ജോസഫിനെ കൂടി പി ജെ ജോസഫ് ചേർത്ത് വെക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ചു കാലമായിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണെങ്കിലും ഫ്രാൻസിസ് ജോർജിന് വേണ്ടി വളരെ കാര്യമായി പ്രവർത്തനങ്ങൾ നടത്തിയ ഒരാളാണ് അബു ജോസഫ്. അങ്ങനെ സംസ്ഥാനത്ത് ആകെ നടന്നുകൊണ്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിലടക്കം അബുവിൻ്റെ ഒരു റോള് ഫലത്തിലുണ്ട്. ഇപ്പുറത്തെ പി ജെ ജോസഫ് അനാരോഗ്യം മൂലം പല പരിപാടികൾക്കും പോകാതെ വന്നതോടെ തൊടുപുഴയിലും അദ്ദേഹം സജീവമാണ്. പരിപാടികൾക്കെല്ലാം ഒരുപക്ഷെ കാര്യമായി തന്നെ പങ്കെടുത്തുകൊണ്ട് ആ മണ്ഡലത്തിൽ തൊട്ടടുത്ത് മത്സരിക്കാനുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ വിസിബിളാണ് എന്നുള്ളതാണ് തൊടുപുഴയിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരവും. പക്ഷേ ഇതിൽ ചില പ്രാദേശിക നേതാക്കളുടെ എതിർപ്പുണ്ട്. തൊട്ടടുത്ത് പി ജെ ജോസഫിന് ശേഷം അബുവിന് തന്നെ സീറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട ചില കൗൺസിലർമാർക്കിടയിലൊക്കെ ചില അതൃപ്തികളുണ്ട് എന്ന് പറയേണ്ടി വരും. പക്ഷെ അതൊക്കെ അവിടെ പ്രാദേശികമായി തീരുന്നതാണ്. അതിനപ്പുറത്തേക്ക് സംസ്ഥാന ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു നിലയിലേക്കുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല. ഒരു പരിധിവരെ പി ജെ ജോസഫ് വലിയ നേട്ടമുണ്ടാക്കി കൊടുത്ത മണ്ഡലമാണ് തൊടുപുഴ എന്ന് പറയുന്നത്. അവിടെ ജോസഫിന് അത്രയും ആഴങ്ങളിൽ ബന്ധങ്ങൾ ഉണ്ട്. അത് അബു തുടരുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അത് എളുപ്പമാണെന്ന് അവർ കരുതുന്നു. അവരുടെ ഒരു കണക്കുകൂട്ടലും അങ്ങനെ തന്നെയാണ്. അഭിലാഷ്, അതായത് ഇപ്പോൾ നമുക്കറിയാം പല കാർഷിക വിഷയങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ